ഹായ് എവരിവൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ട്രീം ചേഞ്ചുമായി ഒരുപാട് കമൻസ് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രീം ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റെഗുലറായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഡിസ്റ്റൻസായിട്ട് അതേ കോഴ്സ് തന്നെ ഡിസ്റ്റൻസിലേക്ക് മാറി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് മുമ്പും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും പലരും ആ വീഡിയോസൊന്നും കാണാതെ വീണ്ടും പുതിയ സ്റ്റുഡൻസ് ആയിരിക്കും ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിവിധ കോഴ്സുകൾ ഡിസ്റ്റൻസായിട്ട് അവൈലബിൾ ആണ്. അത്തരം വിവിധ കോഴ്സുകളിലേക്ക് നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതേ കോഴ്സ് തന്നെ നിങ്ങൾക്ക് ബാക്കി സെമസ്റ്ററുകൾ ഡിസ്റ്റൻസായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിനാണ് നമ്മൾ സ്ട്രീം ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിവിധ സമയങ്ങളിലായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ സെമസ്റ്ററുകളിലേക്ക് സ്ട്രീം ചേഞ്ചിന് വേണ്ടി അപേക്ഷ ക്ഷണിക്കും. ആ ഒരു അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് അക്ഷയ വഴിയോ മറ്റു കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്ട്രീം ചേഞ്ചിന് വേണ്ടി, അല്ലെങ്കിൽ റെഗുലറിൽ നിന്നും എനിക്ക് ഈ ഒരു കോഴ്സിലെ ഡിസ്റ്റൻസിലേക്ക് മാറണമെന്ന് നിങ്ങൾക്ക് അപേക്ഷ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. ഒരുപാട് സ്റ്റുഡൻസിലുള്ള ഡൗട്ടാണ്, ഡിസ്റ്റൻസിലേക്ക് മാറണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് പോയി അപേക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ കോളേജുകളിൽ അപേക്ഷ കൊടുക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെയല്ല, ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകിയതിന് ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് കൂടെ കുറച്ച് ഡോക്യുമെൻറ്റ്സും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ അതിൽ വിശദീകരിക്കും. അങ്ങനെയാണ് സ്ട്രീം ചേഞ്ചിന് വേണ്ടി അപേക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളതിന് സെലക്ട് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രീം ചേഞ്ച് അലോട്ട് ചെയ്ത സ്റ്റുഡൻസിൻ്റെ രജിസ്റ്റർ നമ്പർ പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങൾ ഡിസ്റ്റൻസിലേക്ക് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്റ്റൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പഴയ സിലബസിലായിരിക്കില്ല പഠിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനിൽ പറയുന്ന പ്രകാരം പുതിയ സിലബസുമായിട്ടായിരിക്കും ബാക്കി സെമസ്റ്ററുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പറയുക. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് സ്ട്രീം ചേഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നത് 4th സെമസ്റ്ററുകാർക്കായിരുന്നു. എന്നാൽ അതിനുശേഷം സ്ട്രീം ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. അപ്പോൾ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും സ്ട്രീം ചേഞ്ചുമായിട്ട് പറയാനുള്ളത്. അതുപോലെ ഫീസ് കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിലും പറയും. ഓരോ കോഴ്സിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു സ്ട്രീം ചേഞ്ചിൻ്റെ ഫീസ് വരുന്നത്. അതുപോലെ ട്യൂഷൻ ഫീ നിങ്ങൾക്ക് ഇയറിൽ, ഇപ്പോൾ സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടാകും ഡിസ്റ്റൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ. അതുപോലെ എക്സാമിൻ്റെ സമയത്ത് എക്സാം ഫീസും അടയ്ക്കേണ്ടി വരും. ഇതാണ് ഫീസായിട്ട് വരുന്നത്. അതുപോലെ ഡിസ്റ്റൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും. സ്റ്റഡി സെൻറ്ററുകളിൽ അവിടെ പോയി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും സ്ട്രീം ചേഞ്ചിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായി അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും കൂടെ പറയുന്ന ഡോക്യുമെൻറ്റ്സും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസിലേക്ക് മാറാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ആർക്കും ഇനിയും ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ താങ്ക് യു.